പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയമസഭാ അംഗത്വം രാജിവെക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണ്. കാരണം അത് രാജിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും. 6 മാസത്തിൽ കൂടുതലുണ്ടല്ലോ ഇതിൻ്റെ കാലാവധി. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ BJPക്ക് വളരെ സാധ്യതയുള്ളതാണ്. 2ാം സ്ഥാനത്ത് BJP എത്തിയത്, ഇടതുപക്ഷമല്ല. അപ്പോൾ ഇനി BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ, വീണ്ടും ഒരു അക്കൗണ്ട് തുറക്കാൻ അവിടെയും കോൺഗ്രസ് കാരണമാകും എന്നുള്ള ആ പഴിയും കൂടെ കേൾക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം ഒരുപക്ഷെ MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഒരു തീരുമാനം നല്ല തീരുമാനം തന്നെയാണെന്ന് നമുക്ക് കരുതാം, അല്ലേ? തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായ തീരുമാനമാണ്. കോൺഗ്രസിനെ അഭിനന്ദിക്കാനുള്ള അവസരങ്ങൾ അവർ വളരെ കുറച്ചേ നമുക്ക് തരാറുള്ളൂ. അഭിനന്ദിക്കേണ്ടതാണത്. പല കാരണങ്ങളാൽ അഭിനന്ദിക്കേണ്ടതാണ്. ഒന്ന്, ഒരു കുറച്ച് കാലത്തേക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു ഒരു ദശകം എന്ന് പറയാൻ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രഭാവം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു 5 കൊല്ലം അല്ലേ? കഴിഞ്ഞ 5 വർഷത്തെ ഒരു താരമായി വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട ഒരാൾ, അങ്ങനെ ഒരാൾ പൊടുന്നനെ കുതിച്ചുയർന്ന് സ്ഥാനങ്ങളിൽ നിന്ന് സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്ന ഒരാൾ, വലിയ ഗ്ലാമറുള്ള മത്സരങ്ങളെ നേരിട്ട ഒരാൾ, അങ്ങനെ ഗ്ലാമർ വർദ്ധിപ്പിച്ച ഒരാൾ, ആ ഇമേജ് വ്യാജമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൃത്യമായി അതിന് സ്റ്റോപ്പ് ഇടുകയാണ്. കൃത്യമായി അതിനെ അരങ്ങിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ലേ ചെയ്തത്? അതെ. ഇപ്പോൾ കോൺഗ്രസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. അന്വേഷണം നടക്കട്ടെ. എന്തായാലും സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായല്ലോ. അത് ചെറിയ മാതൃകയല്ല, വലിയ മാതൃകയാണ്. ഒന്നാമത് ഈ തണ്ണീർമത്തൻ ഡേയ്സിൽ, പഴയൊരു സിനിമയില്ലേ, ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ജീവിക്കാനുള്ള അടിസ്ഥാന ആരോഗ്യമില്ലാത്ത, മാനസികവും ശാരീരികവുമായ ആരോഗ്യമില്ലാത്ത ഒരാൾ ആ മനോരോഗത്തിന്റെ ബലത്തിൽ കാണിച്ചു കൂട്ടിയ പ്രകടനങ്ങളെയൊക്കെ ആരാധിച്ചവരാണ് ഈ മലയാളി. ആ മലയാളിയുടെ മുമ്പിൽ മലയാളിയോട് മാപ്പ് പറയുന്നു കോൺഗ്രസ് എന്നുള്ളതിനർത്ഥം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസം സസ്പെൻഡ് ചെയ്തു, പുറത്ത് നിൽക്കട്ടെ, 6 മാസം കൊണ്ട് അന്വേഷണം നടത്തുകയോ കേസ് തീരുമാനമാവുകയോ ഒക്കെ ചെയ്തുകൊള്ളട്ടെ. പക്ഷേ ഇദ്ദേഹം ഇതായിരുന്നു എന്ന് കോൺഗ്രസ് സമ്മതിച്ചല്ലോ, വേറെ ആരും സമ്മതിക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ രാഹുൽ മാങ്കൂട്ടം ശരിയല്ല, നോർമൽ അല്ല, സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമായ മാനസികവും ശാരീരികവുമായ ആരോഗ്യമില്ല. അദ്ദേഹം സിക്കാണ്, രോഗിയാണ്, രോഗബാധിതനാണ്. ആ രോഗം ഒരു വലിയ നീരാളി പോലെ ആ രോഗാണുവുമായി അദ്ദേഹം ഈ സമൂഹത്തിൽ ജീവിച്ചു. ഒരുപാട് പെൺകുട്ടികളെ അതിനുവേണ്ടി ഇരയാക്കി. അവരുടെ ശാപം മുഴുവനും ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ കോൺഗ്രസ് ആണ്. ഞങ്ങളിതാ പ്രായശ്ചിത്തം ചെയ്യുന്നു. അതുകൊണ്ട് കോൺഗ്രസ് ഒരു മാതൃക. നമ്മൾ എനിക്ക് തോന്നുന്നു ഞാനും നീയൊക്കെ ഉൾപ്പെടെ, നമ്മുടെ മീഡിയ എല്ലാവരും ഏറെക്കുറെ 2 ദിവസം മിനിഞ്ഞാന്ന് വരെ നമ്മൾ ചോദിച്ചത് എന്താ, കോൺഗ്രസിന്റെ ഒരു MLA എന്തിനു രാജിവെക്കണം? കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് അങ്ങനെ രാജിവെച്ച മാതൃകയുണ്ടോ? അങ്ങനെ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച മാതൃകയുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചില്ലേ? കാരണം അങ്ങനെ ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം കേരളത്തിലെ ഭരണകക്ഷിയായ CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചല്ലോ. പക്ഷെ കോൺഗ്രസ് പറഞ്ഞ മറുപടി ഞെട്ടിക്കുന്ന മറുപടിയാണ്. കോൺഗ്രസ് പറഞ്ഞ മറുപടി, കീഴ്വഴക്കമുണ്ടോ എന്ന് ഞങ്ങൾ നോക്കുന്നേയില്ല, ഞങ്ങളിതാ ധാർമ്മികതയുടെ പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് മാതൃകയാവുകയാണ്. കോൺഗ്രസിന്റെ മാതൃക ജനസേവകന്മാരുടെയും മാതൃകയുണ്ട്, ജനനേതാക്കളുടെ മാതൃകയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മാതൃക തന്നെയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയം എന്തിന് എന്ന ചോദ്യത്തിന് കരുണാകരൻ മാതൃക തന്നെയാണ്. കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുകയും ധാർമ്മികത വിടാതെ തൻ്റെ കൂടെ ആളുകളെ, വലിയൊരു വൃന്ദത്തെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ എന്തിനും മാതൃക. അപ്പോൾ അക്കാര്യത്തിലൊരു മാതൃകയാണ് ഇപ്പോൾ കോൺഗ്രസ് കാണിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് നേരിട്ട ചരിത്രപരമായൊരു ചോദ്യത്തിന് ധാർമ്മികമായ ഒരു മാതൃക ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാതൃക ഉണ്ടാക്കിയിരിക്കുന്നു, നിർമ്മിച്ചിരിക്കുന്നു കോൺഗ്രസ്. അത് ചരിത്രമാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, കോൺഗ്രസ് എല്ലാ കാലത്തും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഗ്രൂപ്പിസമാണ്. ഒരു ഗ്രൂപ്പിനും ശരിയായ തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കാൻ പറ്റില്ല. എന്നിട്ട് എല്ലാ തീരുമാനങ്ങളിലും വെള്ളം ചേർക്കും. അങ്ങനെ വെള്ളം ചേർത്ത് അതിന് പറയുന്ന ന്യായം ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ ഓരോ ജനവും ഓരോ പാർട്ടിയായി മാറുക എന്നല്ലല്ലോ. ഓരോ നേതാവും ഒരു പാർട്ടിയാവുക, ഓരോ നേതാവും ഒരു തുരുത്താവുക, എന്നിട്ട് ഓരോരുത്തർക്കും അവനവന് പറ്റിയ അനുയായികളെ ഉണ്ടാക്കുക. ഒടുവിൽ കോൺഗ്രസ് മാത്രം ഉണ്ടാവില്ല, I ഉണ്ടാവും, A ഉണ്ടാവും, IA ഉണ്ടാവും, എല്ലാം ഓരോ തരം ഗ്രൂപ്പ് ഉണ്ടാവും. വ്യക്തികളുണ്ടാവും, കരുണാകരൻ ഉണ്ടാവും, ആന്റണി ഉണ്ടാവും, ഉമ്മൻചാണ്ടി, എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ പുതിയ കാലത്താണെങ്കിൽ പുതിയ പ്രവണതയാണ്. എയും ഐയും അല്ല, ഓരോരുത്തരും ഓരോ ഗ്രൂപ്പാണ്. ഓരോ സ്ഥലത്ത് മുരളീധരൻ്റെ ഗ്രൂപ്പ് വേറെ, സുധാകരൻ്റെ ഗ്രൂപ്പ് വേറെ, ഈ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് വേറെ, രമേശ് ചെന്നിത്തലയ്ക്ക് വേറൊരു ഗ്രൂപ്പ്, VD സതീശന് വേറൊരു ഗ്രൂപ്പ് എന്നൊക്കെയാണല്ലോ നമ്മൾ ധരിച്ചത്. ആ ആരോപണങ്ങളുടെ പാരാവാരത്തിന് നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സ്വരം കോൺഗ്രസിൽ, ധാർമ്മികതയുടെ ഒരു സ്വരം ഉയർന്നു കേൾക്കുകയാണ്.
അത് വി ഡി സതീശൻ്റെ സ്വരമാണ്. സത്യം. കഴിഞ്ഞ കുറച്ചു കാലമായി വി ഡി സതീശൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു സൗമ്യതയുടെയും ഒത്തുതീർപ്പിൻ്റെയും ഒക്കെ കോർഡിനേഷൻ്റെയും ഒക്കെ ആളായിട്ട് നിന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ. അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം കെ സുധാകരനെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോയത് നമ്മൾ കണ്ടതാണ്. എത്ര കഷ്ടപ്പെട്ടാണ് അദ്ദേഹം സുധാകരനെ സഹിച്ചത്. പക്ഷെ സുധാകരൻ്റെ യുഗം പതുക്കെ ഒരു ബഹളം ഉണ്ടാക്കാതെ അവസാനിച്ചു. 2, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരിട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആരാണ് അടുത്ത മുഖ്യമന്ത്രി, നിങ്ങൾക്ക് 5-6 മുഖ്യമന്ത്രിമാരല്ലേ എന്നാണ്. ഒട്ടും ജനാധിപത്യത്തിന്റെ സകല അടയാളങ്ങളും അവസാനിച്ചു കഴിഞ്ഞ CPM-നെ പോലുള്ള പാർട്ടികൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജനാധിപത്യം ഉണ്ടോ? നിങ്ങളെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ 5-6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ലേ എന്നാ. അന്ന് വി ഡി സതീശൻ കേന്ദ്ര കമ്മിറ്റിയോട് പറഞ്ഞത്, ആരെ മുഖ്യമന്ത്രിയാക്കിയാലും ഞാൻ സഹകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വന്നാൽ വി ഡി സതീശൻ പിന്തുണക്കും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് നേരിട്ട് മുഖ്യമന്ത്രിയാവുന്ന രീതിയാണ് നമ്മുടെ കീഴ്വഴക്കം. അന്നും നമ്മൾ വിചാരിച്ചു അങ്ങനെ. എന്തായാലും വി ഡി സതീശൻ ഇങ്ങനെ ഒത്തുതീർപ്പിൻ്റെ ഒരാളാണ്, എല്ലാ ഗ്രൂപ്പുകളോടും ഒത്തുപോകുന്നു എന്നേ ഉള്ളൂ എന്നാണ്. വേറെ ഇഷ്യൂ വന്നത് നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്ത രീതി, അൻവർ എന്ന് പറയുന്ന ഒരു കൾച്ചറിനെ കേരള രാഷ്ട്രീയത്തിൽ ഫിനിഷ് ചെയ്ത ആരാ? വി ഡി സതീശൻ്റെ സമർത്ഥമായ നീക്കമാണ്. അന്നു മുതൽ വി ഡി സതീശൻ്റെ ഇമേജ് ഇങ്ങനെ കൂടുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു ആത്മവിശ്വാസം, ഒരു പക്ഷേ വി ഡി സതീശൻ്റെ മനസ്സറിഞ്ഞോ അറിയാതെയോ ആണെന്ന് നമുക്കറിയില്ല, ഒരുപാട് പേര് പരസ്യമായി പറയുകയാണ്, ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾക്ക് വേണ്ട. കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ പറയാണ്. പ്രത്യേകിച്ച് വനിതാ നേതാക്കളാണ്. ഉമാ തോമസ് പറഞ്ഞു, ചെറിയ ധൈര്യമല്ലാതെ PT തോമസിന്റെ എന്താ പറയാ, PT തോമസിന്റെ ജീവിതം പങ്കിട്ടതിന്റെ മുഴുവൻ മൂല്യങ്ങൾ അവർക്ക് കിട്ടിയെന്ന് അതിന്റെ അർത്ഥം. എത്ര ധീരമായിട്ട് അവർ, പ്രത്യേകിച്ചും PT തോമസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉമാ തോമസിന്റെ ശബ്ദത്തിന് വലിയ വിലയുണ്ട് ഈ ഇഷ്യൂവിൽ. കാരണം പെൺകുട്ടികളുടെ പ്രശ്നമാണ്. അങ്ങനെ ആൾ വേണ്ട. എന്തിന്? എത്ര വലിയവനാവട്ടെ, എത്ര കാലിബറുള്ള ആളാവട്ടെ, എത്ര കോൺട്രിബ്യൂഷനുള്ള ആളാവട്ടെ, ഇങ്ങനെ ഒരാളെ നമുക്ക് വേണ്ട, അത് സഹിച്ചു കളയാമെന്ന് അവർ പറയാണ്. മാത്രമല്ല VM സുധീരനെ പോലെ താരതമ്യേന ആദർശത്തിന്റെ പേരിലൊക്കെ കോൺഗ്രസ്സിൽ വലിയ ഇമേജ് ഉണ്ടാക്കി KPCC പ്രസിഡന്റായി ആരോടും മിണ്ടാതെ. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞ് അത് വഷളാക്കാറാണ് പതിവ്. ഇങ്ങനെ ഒരു ഉറച്ച ശബ്ദത്തിൽ ഒരു തീരുമാനം അവരുടെ അഭിപ്രായമായിട്ട് പറയാറില്ല. ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ നീക്കമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ചരിത്രമാണ്. ഇതിലിപ്പോ ഒരു ഗുണം ഞാൻ മനസ്സിലാക്കുന്നത്, MLA-ഷിപ്പ് രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെട്ടുവെന്നും അവൻ വഴങ്ങിയില്ല എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണത്. അത് അങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? അയ്യോ, ഞങ്ങൾ പറഞ്ഞു നോക്കി അവൻ കേട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പാർട്ടി ഉണ്ടാവുമോ? അതും ഇതുപോലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി ഉണ്ടാവുമോ? കൃത്യ തീരുമാനം എടുത്തു, വഴങ്ങിയില്ലേ, പാർട്ടി പറയേണ്ടത് പറഞ്ഞത് കേട്ടില്ലേ എങ്കിൽ പാർട്ടിക്ക് പുറത്ത്. ചെറിയ നിലപാടല്ല അത്. 6 മാസത്തെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു വല്ലാത്ത കാലം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാർട്ടി ഉണ്ടായില്ല. അവൻ ഒറ്റക്ക് നിന്ന് പൊരുതിയിട്ട് ജയിച്ചു വരുന്നെങ്കിൽ അപ്പം നോക്കാം. ജയിച്ചു വരാനൊന്നുമില്ല. ഇതിപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ ജയിച്ചാലും ധാർമ്മികമായി ജയിക്കാൻ പോകുന്നില്ല. വസ്തുത എന്താണെന്ന് എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. അതുകൊണ്ട് ഇതിലൊരു സന്തോഷം അതാണ്. കോൺഗ്രസ് ധാർമ്മികമായൊരു നല്ല മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. 2, കോൺഗ്രസിൻ്റെ തീരുമാനം വി ഡി സതീശൻ തീരുമാനിക്കുന്നതാണ് എന്ന് വന്നു ചേർന്നിരിക്കുന്നു. ആ മനസ്സറിഞ്ഞിട്ടാണ് മുരളീധരനെ പോലുള്ളവരും അങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ ഈ അവിടെയും ഇവിടെയും തൊടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞപ്പോഴും വി ഡി സതീശൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് പലരും പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. അതാണ് ഹിറ്റ് ഹിം ഔട്ട്, തള്ളു പുറത്തേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നടപ്പായിരിക്കുന്നു എന്നുള്ളത്, അതും യുദ്ധകാലാടിസ്ഥാനത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചപ്പോൾ രാജിവെക്കാൻ ആവശ്യപ്പെടുമെന്ന മണം പിടിച്ചിട്ട് തിരിച്ചു പോകുന്നവൻ അടൂരിലേക്ക് തിരിച്ചു പോയി എന്ന് കണ്ടപ്പോൾ അവൻ്റെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലാക്കി പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് പുറത്താക്കി. ഇനി തിരുവനന്തപുരത്തേക്ക് തൽക്കാലം അവന് വേണ്ട, KPCC ആസ്ഥാനത്തേക്ക് ചെല്ലേണ്ട കാര്യമില്ല. നിയമസഭയിലേക്ക് ചെന്നാൽ എന്ത് സംഭവിക്കും എന്ന് കാണേണ്ടതാണ്. കോൺഗ്രസിൻ്റെ കൂടെ UDF-ൽ ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് വേറിട്ട് സീറ്റ് കൊടുക്കേണ്ടി വരും. അവനെ ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടാവുക എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും കോൺഗ്രസ് കാണിച്ച ഈ കേരള രാഷ്ട്രീയത്തിലെ മികച്ച മാതൃക ഇന്ത്യക്ക് തന്നെ പാഠമാണ്, രാജ്യത്തിന് പാഠമാണ്, ധാർമ്മികതയിൽ വിശ്വാസമുള്ള എല്ലാവർക്കും പാഠമാണ്, ജനാധിപത്യവാദികളായ രാഷ്ട്രീയ വിശ്വാസികൾക്കും മാതൃകയാണ്. കോൺഗ്രസിനെ ഈ സമയത്ത് നമുക്ക് മനസ്സറിഞ്ഞ് അഭിനന്ദിക്കാനാണ് ഈ അവസരം വിനിയോഗിക്കേണ്ടത്.